നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടിക MLA വിദ്യാഭ്യാസ അവാർഡ് 2024 റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാടത്ത് വൻതോതിൽ മാലിന്യം വലിച്ചെറിഞ്ഞത് പഞ്ചായത്ത് വീണ്ടും പിടികൂടി. ഉടമയ്ക്കെതിരെ കടുത്ത നടപടികളെടുക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ വീട് മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. വാർത്തകൾ വിശദമായി. നാട്ടിക MLA വിദ്യാഭ്യാസ അവാർഡ് 2024 തൃപ്രയാർ TSGA ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC, +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകരെയും അനുമോദിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ആസ ഗ്രൂപ്പ് ആൻഡ് CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിക്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ മാധ്യമപ്രവർത്തന രംഗത്ത് നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ച ടീം മീഡിയ 4-നെ ആദരിച്ചു. കേരളത്തിന്റെ നിയമസഭയിൽ ആ പറയുന്ന പ്രകാരം ഏതെങ്കിലും ഒരു വകുപ്പിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ ഓഹരി നാട്ടിലേക്ക് കൂടി നിർബന്ധമായി കിട്ടണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് നമ്മുടെ MLA. അത് സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട മര്യാദയാണ്. പക്ഷേ ഭൗതിക സാങ്കേതിക വികസനം മാത്രമല്ല, കേരളത്തിലെ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ ബുദ്ധികേന്ദ്രം മുതൽ അതിന്റെ പഠന സാധ്യത വരെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആധുനിക കാലത്ത് കേരളം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം എന്ന ചിന്തയാണ് നമുക്കുള്ളത്. ഒരു മാസം മുമ്പ് മാലിന്യം വലിച്ചെറിഞ്ഞതിന് ചേർപ്പ് പഞ്ചായത്ത് 10,000 രൂപ പിഴ ഈടാക്കിയ സ്ഥാപന ഉടമ പാടത്ത് വൻതോതിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് പഞ്ചായത്ത് വീണ്ടും പിടികൂടി. ഉടമയ്ക്കെതിരെ കടുത്ത നടപടികളെടുക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. പഴകിയ ഭക്ഷണ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറുകളും കത്തിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെ 31 ചാക്കുകളിലായി പാടത്ത് വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തി. മാലിന്യങ്ങൾ പുഴുവരിച്ച നിലയിലായിരുന്നു. ചേർപ്പ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും വാർഡംഗവും നടത്തിയ പരിശോധനയിൽ ചാക്കുകെട്ടുകളിൽ നിന്ന് മാലിന്യം നിക്ഷേപിച്ച വ്യക്തിയുടെ വിവരങ്ങൾ ലഭിച്ചു. തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഞായറാഴ്ച പുലർച്ചെ 3:55-നാണ് പ്രകമ്പനം ഉണ്ടായത്. കുന്നംകുളം, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, വേലൂർ, തൃത്താല മേഖലകളിലാണ് പ്രകമ്പനമുണ്ടായത്. ശനിയാഴ്ചയും ഈ മേഖലകളിൽ ഭൂചലനമുണ്ടായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ ഏതാനും സെക്കൻഡുകൾ മാത്രമുണ്ടായ ഭൂചലനം തീവ്രത രേഖപ്പെടുത്താത്തതാണ്. വരും ദിവസങ്ങളിലും തുടർചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു.
കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയിയുടെ വീട് മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. കുവൈറ്റിലെ 5 ആശുപത്രികളിലായി 15 മലയാളികൾ ചികിത്സയിലാണെന്ന് കെ രാജൻ ബിനോയിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കുവൈറ്റിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 25 ഇന്ത്യക്കാരാണ് വിവിധ ഹോസ്പിറ്റലുകളിലായി അതിവേഗം സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 പേർ മലയാളികളാണ്. അവിടെയുള്ള 5 ആശുപത്രികളിലായിട്ടാണ് ഈ 15 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുകയും എംബസി മുഖാന്തരവും നോർക്ക റൂട്ട്സ് പ്രകാരവും അവിടെ സ്ഥാപിക്കപ്പെട്ട കൺട്രോൾ റൂമും മലയാളി അസോസിയേഷനുകളും യുണൈറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് യൂണിവേഴ്സൽ തലത്തിൽ തന്നെ നേതൃത്വം നൽകാൻ നോർക്കയ്ക്കും ഗവൺമെന്റിന് സാധ്യമാകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതത് സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സർക്കാർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ആവശ്യമായ സഹായങ്ങൾ നൽകും. ധനസഹായങ്ങൾ വൈകാതെ ആശ്രിതർക്ക് നൽകുമെന്നും കെ രാജൻ പറഞ്ഞു. ബിനോയിയുടെ കുടുംബത്തിന് ലൈഫ് മിഷൻ വഴി വീട് വയ്ക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റ് യാത്ര നിഷേധിച്ച സംഭവത്തിൽ ഫെഡറൽ സ്റ്റേറ്റിൽ ഇത്തരം നടപടികൾ ഭൂഷണമാണോ എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെന്നുള്ളതുകൊണ്ട് ഈ അജണ്ട മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ യോഗത്തിൽ വെച്ച് ലൈഫിലൂടെയുള്ള വീട് പണിതു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായിട്ട് അംഗീകരിക്കും. അതിൽ വേറെ ഒരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല. അത് അംഗീകരിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള സാധൂകരണം കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായും ഈ കാര്യത്തിൽ ബന്ധപ്പെടാൻ ഇടയായി. അതുകൊണ്ട് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ വേഗത്തിൽ എങ്ങനെയാണോ ഒരു ദുരന്തമുണ്ടായാൽ ദുരന്തത്തിൽ ഉണ്ടാകപ്പെട്ടവരെ സഹായിക്കേണ്ടത് ആ വിധത്തിലുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവുമുണ്ടായ നേരിയ ഭൂചലനം തീവ്ര രേഖപ്പെടുത്താത്തതാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആശങ്കയുടെ പ്രശ്നമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ താഴെ കടുത്തൊരു മർദ്ദമുണ്ടായി രൂപപ്പെട്ടു വരുമ്പോഴാണ് ഈ ചലനങ്ങളിലേക്ക് കടക്കുന്നത്. അതാണ് അതിന്റെ ശാസ്ത്രീയ വശം. ശാസ്ത്രീയ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. അതാണ് അതിന്റെ ശാസ്ത്രീയ വശം. അപ്പോൾ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം നടത്തിയപ്പോൾ വലിയ അപകടമില്ലാത്ത വിധത്തിൽ 3-ൽ താഴെ വരുന്ന വിധത്തിൽ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടായി പോകുന്നത് വലിയ മർദ്ദം ഒരുമിച്ച് വരാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5-ൽ മുകളിലുണ്ടെങ്കിൽ ആ വിധത്തിലൊരു ഭീതിയായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായതും റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്നൊരു ചലനമല്ല എന്നുള്ളത് കൊണ്ട് 3-ൽ താഴെയായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. ആ വിധത്തിലുള്ള ഒരു പ്രശ്നവും അങ്ങനെ ഉണ്ടാകില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ തൃശൂർ ഡിസിസി താൽക്കാലിക അധ്യക്ഷനായി ചുമതലയേറ്റ് വി കെ ശ്രീകണ്ഠൻ എം പി. പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. തൃശൂർ ഡിസിസി പ്രസിഡന്റിന്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ്. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ്. ചാർജ് എടുക്കാൻ പോകുന്നുള്ളൂ. വിശദമായിട്ട് നമുക്ക് പിന്നീട് പ്രതികരിക്കാം. നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ഒന്നും അവസാനിക്കുന്നില്ല എന്നും തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. മുതിർന്ന നേതാവ് തേർമൽ രാമകൃഷ്ണനൊപ്പമാണ് വി കെ ശ്രീകണ്ഠൻ ഡിസിസി ഓഫീസിലെത്തിയത്. മുൻ അധ്യക്ഷൻ ജോസ് വള്ളൂർ, ടി എം പ്രതാപൻ എന്നിവരും ചടങ്ങിലെത്തിയിരുന്നു. ഡിസിസി ഓഫീസിന് മുന്നിൽ ഇന്നും കെ മുരളീധരൻ അനുകൂലമായ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തൃശൂരിലെ കോൺഗ്രസുകാരൻ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ്. മുരളിയേട്ട മാപ്പ് എന്ന തലക്കെട്ടിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ടാണ് പരാജയപ്പെട്ടതെന്നും പരാമർശം ഉണ്ടായിരുന്നു. തൃശൂരിൽ കെ മുരളീധരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ്. ഡിസിസി ഓഫീസിലേക്കുള്ള വഴിയിലാണ് ഞായറാഴ്ച രാവിലെ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കെ മുരളീധരനോട് മാപ്പ് അപേക്ഷിച്ചാണ് ഫ്ലക്സ് ബോർഡ്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് യുദ്ധഭൂമിയിൽ പിടഞ്ഞുവിട മുരളിയേട്ട മാപ്പ് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നെഴുതിയ ബോർഡാണ് പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിൽ ഡിസിസി പ്രസിഡന്റായി വി കെ ശ്രീകണ്ഠൻ ഞായറാഴ്ച ചുമതലയേൽക്കുന്ന സാഹചര്യത്തിലാണ്
പുതിയ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിലെ ചങ്ങമ്പുഴ ഹാളിൽ ചെക്ക് പോസ്റ്റ് കവിതയുടെ പുസ്തക പ്രകാശനം നടന്നു. സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ തിലകൻ പുളിങ്കുഴി രചിച്ച കവിത ചെക്ക് പോസ്റ്റ് പുസ്തകത്തിന്റെ പ്രകാശനം കവിയും എഴുത്തുകാരനുമായ വി ജി തമ്പിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. കവി രഘുനന്ദൻ കൊളത്തൂർ അധ്യക്ഷത വഹിച്ചു. ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. എഴുത്തുകാരായ വി എച്ച് ബിരാർ, എം സംഗ്, അഗസ്റ്റിൻ കുട്ടനല്ലൂർ, ഹരി ഏറ്റുമാനൂർ, ഷാൻമോൻ ഷാ, രാജു നാറാണത്ര, അസീന സൂര്യകാന്തി, ഗൌരി കല്യാണി എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വെട്ടിങ്ങപ്പാടം ഞാറ്റുവെട്ടി ദിനേശിന്റെ മകൻ 15 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. വേലുപ്പാടം സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഞായറാഴ്ച രാവിലെ ഉറങ്ങിക്കിടന്ന കുട്ടിയെ വിളിച്ചപ്പോൾ അനക്കമില്ലാത്തതിനെ തുടർന്ന് വീട്ടുകാർ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തും മുൻപേ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മരണകാരണം വ്യക്തമല്ല. മൃതദേഹം മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം കുറക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സൈക്കിളിന്റെ പുറകിലിടിച്ച അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. തവനൂർ തൃക്കണാപുരം സ്വദേശി ചീരംകുഴി വീട്ടിൽ 37 വയസ്സുള്ള പ്രജിത്ത്, ചാട്ടുകുളം സ്വദേശി അമ്പലത്ത് വീട്ടിൽ 59 വയസ്സുള്ള യൂസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സൈക്കിളിന് പിറകിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോട്ടിൽ വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സൈക്കിളിനും ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജുവല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടിക MLA വിദ്യാഭ്യാസ അവാർഡ് 2024 റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാടത്ത് വൻതോതിൽ മാലിന്യം വലിച്ചെറിഞ്ഞത് പഞ്ചായത്ത് വീണ്ടും പിടികൂടി. ഉടമയ്ക്കെതിരെ കടുത്ത നടപടികളെടുക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ വീട് മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.